വാട്ട് ഈസ് എമർജൻസി ഫണ്ട്? അടിയന്തരമായിട്ട്, അടിയന്തരം എന്ന് പറഞ്ഞാൽ അടിയന്തരം കൂടുക എന്നല്ല കേട്ടോ, അത്യാവശ്യങ്ങൾക്ക് ഒരു പെട്ടെന്നൊരാവശ്യം വന്ന്, അതൊരു മരണാവശ്യമാകാം, ഒരു അപകടമാകാം, ഒരു രോഗമാകാം, മറ്റെന്തെങ്കിലും ആകാം, അൺഎക്സ്പെക്റ്റഡ് തിങ്സ് ഹാപ്പനിങ്. കാരണം ലൈഫിനകത്ത് എക്സ്പെക്റ്റഡ് തിങ്സും ഉണ്ട്, അൺഎക്സ്പെക്റ്റഡ് തിങ്സും ഉണ്ട് അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലവുകളുണ്ട്, അപ്രതീക്ഷിത ചിലവുകളുണ്ട്. അപ്രതീക്ഷിത ചിലവുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിക്കാതിരുന്നു. ചില ആളുകളൊക്കെ എമർജൻസി ഫണ്ട് എടുക്കുന്നത് ഇങ്ങനെയാണ്. ചിലർ എന്നോട് പറഞ്ഞു തന്നെ, അവരൊരു റിക്കറിങ് ഡെപ്പോസിറ്റ് തുടങ്ങും, RD എന്ന് പറയും. റിക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ ഒരു കൊമേഴ്സ്യൽ ബാങ്കിലോ അല്ലെങ്കിൽ നാഷണലിസ്റ്റ് ബാങ്കിലോ ചെന്നിട്ട് അവരോട് ഒരു RDയുടെ ആപ്ലിക്കേഷൻ ഫോം തരാൻ പറഞ്ഞാൽ അവർ തരും. അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ മാസവും കൃത്യസമയത്ത് എൻ്റെ ഈ അക്കൗണ്ടിൽ നിന്ന് ഇത്ര രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറുന്നതിനെയാണ് RD എന്ന് പറയുന്നത് അല്ലേ. നമ്മളിപ്പോൾ 25-ാം തീയതി, എല്ലാ മാസവും 25-ാം തീയതി 1000 രൂപ വെച്ച് കട്ട് ചെയ്ത് മാറ്റിക്കോ എന്ന് പറയുന്ന ലളിതമായൊരു ഫോർമുല. ബാങ്ക് ചെയ്തോളും, നമ്മൾ ചെയ്യേണ്ട ബാങ്ക് ചെയ്തോളും. അങ്ങനെ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക് ആ പൈസ വന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അതിൽ ടച്ച് ചെയ്യാതെ ഇടും. ഇത് എന്നോടൊരു വ്യക്തി പറഞ്ഞതാണ്. അതിൽ ടച്ച് ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് ആ പൈസ മച്യൂറായി എടുക്കാതെ അവിടെ ഇടുന്നു. അതെൻ്റെ എമർജൻസി ഫണ്ടാക്കി ഞാൻ മാറ്റിയിട്ടിരിക്കുകയാണ്. അറ്റ് എനി ടൈം ഐ ക്യാൻ യൂസ് ഇറ്റ് എന്നുള്ളത്.